ഈശോമിശിഹായ്ക്ക് സ്തുതി. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം നേരുന്നു. ഞാൻ ബിനോയ് പാല. ഇപ്രാവശ്യം വിദ്യാഭ്യാസത്തെ പറ്റി പറയാം. വേണ്ട രീതിയിൽ വിദ്യാഭ്യാസം മോഡിഫൈ ചെയ്താൽ അനന്ത സാധ്യതകളുള്ള സ്ഥലമാണ് കേരളം. കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിൽ തന്നെ മികച്ച രീതിയിൽ വിദ്യാഭ്യാസ സമ്മാനം കൊടുക്കുന്ന ക്രിസ്ത്യൻ സഭകളുണ്ടോ? കേരളത്തിലെ NSS ഉണ്ട്, SNDP ഉണ്ട്, MES ഉണ്ട്. അതുപോലുള്ള പ്രസ്ഥാനങ്ങളും സർക്കാരും എല്ലാവരും മറ്റുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങളും പുറനാടുകളിൽ നല്ല വിദ്യാഭ്യാസ സമ്പ്രദായം നടത്തി പരിചയമുള്ള വർക്ക് ഫൗണ്ടേഷൻ പോലെ, ജെംസ് പോലുള്ള സ്ഥാപനങ്ങളും പിന്നെ വിദേശ സർവകലാശാലയുമായിട്ടുള്ള ബന്ധമൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം നൽകുന്ന ഫിൻലൻഡിൽ അധ്യാപകരുടെ ട്രെയിനിങ് ദീർഘകാലമുള്ളതാണ്. നാട്ടിലും അതുപോലെയുള്ളത് നടപ്പിലാക്കണം. നാട്ടിൽ പണ്ട് മുതൽ ക്രിസ്ത്യൻ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം വളരെ വേഗം ലഭിച്ചു. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാങ്കേതിക സ്ഥാപനങ്ങൾ, നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അതുവഴി നമ്മുടെ പൈസ വൻതോതിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയി. ലോകം മുഴുവൻ പുഞ്ചിരിക്കുന്ന മാലാഖമാരായി പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ നേഴ്സുമാരിൽ ഭൂരിപക്ഷവും പഠിച്ചത് അയൽ സംസ്ഥാനങ്ങളിലാണ്. ഇപ്പോഴും മികച്ച വിദ്യാഭ്യാസം തേടി തൊഴിൽ തേടി വിദ്യാർത്ഥികൾ വൻതോതിൽ അയൽ സംസ്ഥാനങ്ങളിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു. നമ്മുടെ പൈസ വൻതോതിൽ പുറത്തേക്ക് പോകുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ അവസരമുണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ പുതുതലമുറ പോകുന്നത് മാത്രമല്ല, സ്ഥിരമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ല വികസിത രാജ്യങ്ങളിൽ സെറ്റിലാകുന്ന തിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അവിടുത്തെ അവർ അങ്ങോട്ട് പോകുന്ന സാഹചര്യം ഒരുക്കാൻ സാധിച്ചെങ്കിൽ ഒരു പരിധിവരെ പുറത്തേക്കുള്ള ഒഴുക്ക് തടയാൻ സാധിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കണം. എന്തുകൊണ്ട് അവർ പോകുന്നു, അതിനെപ്പറ്റി ഗവേഷണം നടത്തണം. അവിടുത്തെ തുല്യമായ സാഹചര്യങ്ങൾ നാട്ടിലൊരുക്കിയാൽ ഒരു പരിധിവരെ ഇത് തടയാൻ സാധിക്കും. പോകുന്നവർ പോകട്ടെ, പക്ഷേ കുറച്ച് പേർക്കെങ്കിലും നാട്ടിൽ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് അത് നിൽക്കാൻ സാധിക്കും. വികസിത രാജ്യങ്ങളിൽ ധാരാളം നല്ല മാതൃകകളുണ്ട്. അതിൽ നല്ല മാതൃകകൾ നാടിന് യോജിച്ച രീതിയിൽ നടപ്പിലാക്കണം. വികസിത രാജ്യങ്ങളിൽ വിവരവും വിദ്യാഭ്യാസവും ദീർഘവീക്ഷണമുള്ളവരാണോ മന്ത്രിപദവികളിലും ഉന്നത പദവികളിലും വരുന്നത്? നാട്ടിലും അങ്ങനെ വരണം. അവരാണ് വിദ്യാഭ്യാസ നയങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലാതെ വിദ്യാർത്ഥികളോ രാഷ്ട്രീയക്കാരോ അല്ല. നാട്ടിലും അങ്ങനെ തന്നെ വരണം. അവിടെ വികസിത രാജ്യങ്ങളിൽ സ്കൂളുകളിൽ PTA മീറ്റിംഗ് കാണും, കൗൺസിലിംഗ് ആളുകൾ കാണും, അധ്യാപകർ കാണും. PTA മീറ്റിംഗിൽ അധ്യാപകർ അല്ലെങ്കിൽ കൗൺസിലേഴ്സ് തന്നെ മാതാപിതാക്കളോട് കുട്ടിക്ക് പറ്റിയ ജോലി അതിൻ്റെ ഫീൽഡ് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് അവർ ഉന്നത വിദ്യാഭ്യാസത്തിനോ മറ്റു മേഖലയിലേക്കോ തിരിഞ്ഞു പോകാൻ സാധിക്കും. അല്ലാതെ നാട്ടിലുള്ള പോലെ ഭൂരിപക്ഷം മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ വിദ്യാർത്ഥികൾ അടിച്ചേൽപ്പിക്കുന്ന സമ്പ്രദായമില്ല. ഗൾഫിലും വികസിത രാജ്യങ്ങളിൽ സ്കൂൾ ടൈം രാവിലെ 7 മുതൽ 1:30 വരെയാണ്. വികസിത രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം നിശ്ചിത പ്രായപരിധി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും മാതാപിതാക്കളെ ആശ്രയിക്കാതെ ചെറിയ പാർട്ട് ടൈം പണികൾ ചെയ്യാൻ സാധിക്കും. നാട്ടിലും അങ്ങനെ വരണം. സ്കൂൾ ടൈം മാറ്റണം, ജോലി മണിക്കൂർ അടിസ്ഥാനത്തിലാക്കണം, കൂലി. അങ്ങനെ വന്നാൽ നാട്ടിൽ ക്രമേണ എല്ലാവരും എല്ലാത്തരം ജോലിയും ചെയ്യാൻ തയ്യാറാകും. എല്ലാ മേഖലയിലും ഉണർവുണ്ടാകും. അതുപോലെ എല്ലാ ജോലിയും മാന്യമാണെന്ന ചിന്താഗതിയിലേക്ക് വരും. വൻതോതിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കുന്ന അവസ്ഥ കുറയും. നാട്ടിൽ പലതരത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്ത് വരുമാനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടായാൽ കുറേ പേർ നാട്ടിൽ തന്നെ നിൽക്കാൻ തയ്യാറാകും. കാലഘട്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ നാട്ടിൽ തുടങ്ങുക, സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുക. സർക്കാരും സ്വകാര്യ മേഖലയും യോജിച്ച് പ്രവർത്തിച്ചാൽ കേരളത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ സാധിക്കും. അന്യസംസ്ഥാനക്കാരെയും അന്യരാജ്യക്കാരെയും നാട്ടിലേക്ക് ആകർഷിക്കാൻ കഴിയും. നാട്ടിൽ ധാരാളം തൊഴിലവസരങ്ങളും വരും. ഇപ്പോൾ തന്നെ അന്യസംസ്ഥാനങ്ങളിൽ ധാരാളം മലയാളികൾ ക്രിസ്ത്യൻ സഭകൾ വഴിയും അല്ലാതെയും അധ്യാപകരായിട്ടുണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ AI രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ, ജോൺ, അജുവിനെ പോലുള്ളവരുടെ സഹകരണത്തോടെ കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം നടത്താൻ സാധിക്കും. രാഹുൽ പറയുന്നത് ലോകത്തിൽ വൻമാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് AI വഴി. അമേരിക്കൻ നാസ ആകാമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ, കേരളത്തിൽ അതുപോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതിൽ ഉയർന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. ശാസ്ത്രജ്ഞരെ വാർത്തെടുക്കാൻ സാധിക്കും. ലോകത്തെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.